ആത്മസാക്ഷാത്കാരം ഉണ്ടാവട്ടെ, അതിനുള്ള ആഹ്വാനമാണ് അർജുന, അല്ലാതെ പേടിത്തൊണ്ടനായി തിരിച്ചു പോകാനല്ല. അതുകൊണ്ട് എണീക്ക്, ക്ലൈബ്യം ക്ഷുദ്രത വിട്ട്. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഇതാണ് ലോകത്തിലുള്ള കഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കുമുള്ള സ്ഥിരാഹ്വാനം. നമ്മുടെ ഭാരത ജനനിയുടെ സംസ്കാര പ്രവാഹമാണിത്. ഇത് മനസ്സിലാക്കുക. അർജുനന് വന്നിട്ടുള്ളത് ദയവല്ല, കാരുണ്യമല്ല. സ്വജനങ്ങളെ കണ്ട് അവരോട് തോന്നുന്ന ഒരു ദയവാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പടക്കളമാണെന്നുള്ളത് മനസ്സിലാക്കണം. യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ള ലക്ഷോപലക്ഷം പടയാളികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീരുമാനമെടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. പടക്കളത്തിൽ വന്നാൽ എന്തുണ്ടാവും? എതിർ സൈന്യത്തോടു കൂടി പടപൊരുതും, അവരെ കൊല്ലും, ഇല്ലെങ്കിൽ അവരാൽ കൊല്ലപ്പെടും. ഈ തീരുമാനം എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലുമുണ്ട്. ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം പടക്കളത്തിൽ വീണ് മരിക്കുന്നതാണ് ആവശ്യം, അല്ലാതെ വീട്ടിൽ കിടക്കയിൽ കിടന്ന് മരിക്കുകയല്ല വേണ്ടത്. ക്ഷത്രിയന്മാർക്ക് യുദ്ധം ബ്രാഹ്മണർക്ക് തപസ് എന്നതുപോലെയാണ്. വൈശ്യന്മാർക്ക് കച്ചവടവും കൃഷിയും പോലെയാണ്. മറ്റുള്ളവർക്ക് സേവന പ്രവൃത്തി ചെയ്യുന്നത് പോലെയാണ് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം ക്ഷാത്രവീര്യത്തിന് അനുഗുണമായി ഒന്നാന്തരം ശത്രുക്കളോടുകൂടി യുദ്ധക്കളത്തിൽ വെച്ച് പടപൊരുതുക എന്നുള്ള ആ വൃത്തി, ആ തീരുമാനത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ വന്നതിൽ സ്വജനങ്ങളാകട്ടെ പരജനങ്ങളാകട്ടെ അവർ തമ്മിൽ എന്തിനു വ്യത്യാസപ്പെടുത്തുന്നു? നമ്മളാരും വിളിച്ചിട്ടല്ല വന്നിരിക്കുന്നത്, അവർ സ്വയം വന്നതാണ്. വരുമ്പോഴാ ഇവരൊക്കെ ഉണ്ട്, 11 അക്ഷൗഹിണി സേനയുണ്ട്. അവരോടുകൂടി പടപൊരുതാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്, സ്വയം മറ്റു പ്രകാരത്തിൽ സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും. അതുകൊണ്ട് ഇത് ഹൃദയ ദൗർബല്യമാണ്. ക്ഷാത്രവീര്യമുള്ളവർക്ക് ആർക്കും തന്നെ ഇത് ചേരുന്നതല്ല. അതുകൊണ്ട് ഇത് ക്ഷുദ്രമാണ്, നീചമാണ്, നികൃഷ്ടമാണ്, തുച്ഛമാണ് എന്ന് മനസ്സിലാക്കി അതിനെ വലിച്ചൊരേറ് കൊടുക്കൂ. അപ്പൊ തനിക്ക് വന്നിട്ടുള്ള ആ വികാരം നല്ലതാണെന്ന് വിചാരിക്കുമ്പോൾ അത് വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മളെ കീഴടക്കും. അത് പൊല്ലാത്തതാണ്, ശരിയല്ല, വിപരീത സ്ഥാനത്ത് നിൽക്കുന്നതാണെന്ന് മനസ്സിലായാൽ തന്നെ നമുക്കൊരു ആത്മബലവും ഉത്സാഹവും ഉണർവും വരികയായി അതിനെ തള്ളിക്കളയാൻ. ഇഫ് യു ഡോണ്ട് ലൈക്ക് യുവർ ഡോഗ്, ഗിവ് ഇറ്റ് എ ബാഡ് നെയിം ആൻഡ് ഷൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പൊ വന്നിട്ടുള്ളത് ക്ഷുദ്രമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പ്രകൃത്യ ഉടൻ തന്നെ അർജുനന്റെ മനസ്സിൽ അത് വർജിക്കാനും തള്ളിക്കളയാനും അത് വിട്ട് ഉയരാനുമുള്ള ഒരു പ്രേരണ, ഒരു ആത്മനിർബന്ധം അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരു വലിയ സൈക്കോളജിക്കൽ എക്സലൻസോടു കൂടിയാണ് കൃഷ്ണൻ സംസാരിക്കുന്നത്. മനഃശാസ്ത്രപരമായി അങ്ങേയറ്റത്തെ മികവും മഹിമയോടും കൂടിയിട്ടുള്ള വാക്കുകളാണ് കൃഷ്ണൻ 64 അക്ഷരത്തിൽ പറഞ്ഞൊപ്പിച്ചത്. അത് കേട്ട ഉടനെ അർജുനന്റെ നിലയൊക്കെ അങ്ങോട്ട് മാറി. അതേവരെ സ്വജനങ്ങളാണ്, ദയവാണ്, സങ്കടമാണ്, ശരിയല്ല, അവർക്ക് ദൂഷ്യമുണ്ടെങ്കിലും നമുക്കെന്തിനങ്ങനത്തെ ദൂഷ്യം, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല, മിണ്ടാതെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ ആള് ഉടനെ പറയുകയാണ്, കൃഷ്ണ, അങ്ങ് പറയുന്ന വാക്ക് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല, വേണ്ടതുപോലെ ആദരിച്ച് ഉൾക്കൊള്ളാനേ പറ്റൂ. അപ്പൊ അങ്ങയുടെ വിചാരത്തിൽ, അങ്ങയുടെ പരിഗണനയിൽ എനിക്കുള്ളത് ഹൃദയ ദൗർബല്യമാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് ഇതേവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയില്ല. കൃപയാ പരയാവിഷ്ട എന്നുള്ള ആ ഭാഗം ഇങ്ങോട്ട് മാറ്റി. പക്ഷേ എൻ്റെ മനസ്സിൽ 1-2 ചോദ്യം ഉദിക്കുന്നു. ആ ചോദ്യത്തിന് തക്കതായ മറുപടി കിട്ടണം. ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ വ്യക്തിത്വം മനുഷ്യ വ്യക്തിത്വമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മനസ്സുണ്ട്. മനസ്സാണെങ്കിൽ വികാര ഭൂയിഷ്ടമാണ്. ആ വികാര തരളിതനായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ യുദ്ധം ചെയ്യാൻ പറ്റുക? അങ്ങ് രഥം തെളിച്ച് കൊണ്ടുപോയി നിർത്തിയത് എവിടെയാ? ഭീഷ്മന്റെയും ദ്രോണന്റെയും മുൻപിലാണ് കൊണ്ട് നിർത്തിയത്. ആ ഭീഷ്മനാകട്ടെ സേനാധിപനാണ്, സർവസൈന്യാധിപനാണ്. തൊട്ടടുത്ത് ദ്രോണനുണ്ട്. ഭീഷ്മൻ എൻ്റെ മുത്തശ്ശൻ, ദ്രോണനാണെങ്കിലോ എൻ്റെ ആചാര്യൻ. ഇവര് 2 പേരോടും കൂടി പടപൊരുതി മുന്നോട്ട് കയറുക എന്ന് പറഞ്ഞാൽ കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോസ്യാമി പൂജാർഹാവരിസൂദന. ഈ ഭീഷ്മനും ദ്രോണനും എങ്ങനത്തെവരാ? കണ്ട മാത്രയിൽ നമസ്കരിച്ച്, പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ പുഷ്പങ്ങൾ സമർപ്പിച്ച്, പൂജിച്ച്, ആദരിച്ച്, സത്കരിച്ച് ശരണാഗതി അടയണം, അവരുടെ അനുഗ്രഹം തേടണം. അങ്ങനെയുള്ളവരുടെ നേരെ ശത്രുപക്ഷത്തിൽ ശത്രുഭാവത്തോടു കൂടി നിന്ന് ശത്രുതയില്ലാത്തവരോട് കൂർത്തുമൂർത്ത ശരങ്ങൾ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ആര് സമ്മതിക്കും? ഏത് മനസ്സാ അതിന് വഴങ്ങിത്തരിക? അങ്ങ് പറയണു യുദ്ധം ചെയ്യണമെന്ന്,
ഞാനും ഒരു നിലയ്ക്ക് സമ്മതിക്കാം. പക്ഷെ എങ്ങനെ എന്നൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കഥം? യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിനൊരു നിലപാട് വേണം, അതിനുള്ള ശക്തി വേണം, അതിനുള്ള മനസ്സാന്നിധ്യം വേണം. അതെങ്ങനെയാ എനിക്ക് ഉണ്ടാവുക? എൻ്റെ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ ഒന്ന് പിതാമഹൻ, പിന്നെ ഒന്ന് ആചാര്യൻ. രണ്ടുപേരും എപ്പോൾ നോക്കിയാലും ഞാൻ വന്ദിച്ച് ആരാധിച്ച് അനുഗ്രഹം മേടിക്കേണ്ടവരാണ്. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന യശുഭി പ്രതിയോസ്യാമി പൂജാർഹാവരിസൂദന. പൂജാർഹന്മാരാണ് അവരെ ഞാൻ ശരം പ്രയോഗിച്ച് നേരിടുക എന്ന് പറഞ്ഞാൽ ഇത് വൈകാരികമായി എങ്ങനെ സാധിക്കും? എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങ് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ പോലും എങ്ങനെയാണ് ഞാൻ ഈ പടപൊരുതുക? അതിനുള്ള ശക്തി, അതിനുള്ള സമ്മതം, അതിനുള്ള ഊക്ക്, അതിനുള്ള ഉത്സാഹം, ഉണർവ്, ഉജ്ജ്വലത എനിക്ക് എങ്ങനെയാ ഉണ്ടാവുക എന്നൊരു ചോദ്യമാണ് കൃഷ്ണന്റെ മുൻപിൽ എടുത്തിടുന്നത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഈ ഭീഷ്മനെ പറ്റി പറയുന്ന സമയത്ത് പിന്നീട് ഭീഷ്മപർവത്തിൽ പറയുന്നു 107-ാം അധ്യായത്തിൽ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനിവിടെ പറയുകയാണ്. ഗുരുണാ കുരുവൃദ്ധേന കൃതപ്രജ്ഞേന ധീമത പിതാമഹേന സംഗ്രാമേ കഥം യോദ്ധാസ്മി മാധവ. ഗുരുണാ കുരുവൃദ്ധേന, കുരുക്കളിൽ വെച്ച് വൃദ്ധനാണ്, ഗുരുവാണ്. കൃതപ്രജ്ഞേന ധീമത, ഉപായപ്പെട്ട ആളൊന്നുമല്ല. സാധാരണ മനുഷ്യർക്ക് യുദ്ധപാഠവും ഉണ്ടാവാം, രാജസ്ഥാനവും അല്ലെങ്കിൽ ചക്രവർത്തി സ്ഥാനവും ഉണ്ടാവാം. അതൊക്കെ ഒന്ന് വേറെയാ. നമ്മുടെ ഉൾസമ്പന്നത, ഉൾധന്യത, ആധ്യാത്മികമായിരിക്കുന്ന മികവ്, ആത്മസാക്ഷാത്കാരം, ആ ആന്തരമായിരിക്കുന്ന പ്രഭാവവും മഹിമയും നേടിയെടുക്കുക എല്ലാവരും പരിശ്രമിക്കാറില്ല. അവരെയാണ് തപോധനന്മാര്, ജ്ഞാനവൃദ്ധര് എന്നൊക്കെ പറയുന്നത്. ഭീഷ്മനെ സംബന്ധിച്ചിടത്തോളം വെറും വയോവൃദ്ധൻ മാത്രമല്ല, കൃതപ്രജ്ഞനുമാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു പിതാമഹനോടുകൂടി സംഗ്രാമേ കഥം യോദ്ധാസ്മി, പടക്കളത്തിൽ വെച്ച് അദ്ദേഹത്തെ ശത്രുവായി കണ്ട് കൂർത്തുമൂർത്ത ശരങ്ങൾ പ്രയോഗിക്കുന്നത് എങ്ങനെ സാധിക്കും? ക്രീഡതാ ഹി മയാ ബാല്യേ വാസുദേവ മഹാമനാഹ പാംസൂരൂഷിതഗാത്രേണ മഹാത്മാ പരുഷീകൃത. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു കൃഷ്ണ, എൻ്റെ കുട്ടിക്കാലം. ഞാൻ പലയിടത്തും പോയി കളിച്ച് ഉരുണ്ട് പെരൻ്റെ മേല് മുഴുവനും പൊടിയാ. ആ പൊടി കംപ്ലീറ്റ് ആയിട്ട് മേല് മുഴുവനും ഉണ്ട്. എന്നിട്ട് ഞാൻ മുത്തശ്ശന്റെ മടിയിൽ ചെന്നിരുന്ന് അദ്ദേഹത്തിന്റെ ശുഭ്രവസ്ത്രം മുഴുവനും മലിനമാവും. അങ്ങനെ മടിയിൽ ചെന്നിരുന്നു അദ്ദേഹത്തിനെ മലീമസനാക്കി തീർത്തു, ശരീരത്തിലെങ്കിലും വസ്ത്രത്തിലെങ്കിലും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല, മുണ്ടെടുത്ത് കുടഞ്ഞൂല്ല. മോനെ വന്നോളൂ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് താലോലിച്ച് തലോടിയാണ് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മുത്തശ്ശനെ ആ സ്മരണയൊക്കെ വിട്ടുകളഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് ശരം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ യസ്യാഹമധിരുഹ്യാംഗം ബാലഃകില ഗദാഗ്രജ താദേത്യവോജം പിതരം പിതുഃ പാണ്ഡോർ മഹാത്മനഃ. ഞാൻ മടിയിലിരുന്ന് എനിക്കറിയാമോ അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് താലോലിച്ച് പറയും, എൻ്റെ താടി പിടിച്ച്, എൻ്റെ പൊന്നു മോനെ ഞാൻ നിന്റെ അച്ഛനല്ല അച്ഛൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്താറുണ്ട്. കേൾക്കണുണ്ടോ നിങ്ങൾ? അർജുനന്റെ മനസ്സിൽ ഇതൊക്കെ ഓർമ്മ വരിക. കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്, ഗാണ്ഡീവമുണ്ട്, പാശുപതാസ്ത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പടപൊരുതാൻ സാധിക്കില്ല. കൈ കൊണ്ട് മാത്രം ചെയ്യേണ്ടതല്ല യുദ്ധം. കൈ ബാഹ്യമായ ഉപകരണം. ഉള്ളിൽ ഈ കയ്യിനെ ചെലുത്താനും വിനിയോഗിക്കാനും പ്രയോഗിക്കാനുമായിട്ടൊരു മനസ്സുണ്ട്. ആ മനസ്സിൽ ഈ മുത്തശ്ശൻ പിതാമഹൻ അദ്ദേഹത്തിന്റെ വാത്സല്യം, അദ്ദേഹത്തിന്റെ അരുമത്വം, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരണത്. നാഹം താതസ്തവ പിതുഹു താതോസ്മി തവ ഭാരത ഇതി മാം അബ്രവീത് ബാല്യേ യഹ സവധ്യഃ കഥം മയാ. ഞാൻ നിന്റെ താതനല്ല, താതന്റെ താതനാണ് എന്ന് പറഞ്ഞ് അരുമയോടുകൂടി സംസാരിച്ചിരുന്ന ആ മുത്തശ്ശനോട് ഞാനിപ്പോ പടപൊരുതണം, അസ്ത്രം പ്രയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സാധിക്കും എന്നാ ചോദിക്കുന്നത്. അപ്പൊ അർജുനൻ വെറുതെ പറയണതല്ല, എങ്ങനെ മുത്തശ്ശനോടും ഗുരുനാഥനോടും കൂടി യുദ്ധം ചെയ്യണത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന് കാര്യകാരണങ്ങളുണ്ട്. ഞാൻ നിങ്ങളോടും എപ്പോഴും പറയണു, മുൻപിലും പറഞ്ഞു, ഇനിയും പറയും. മഹാഭാരതത്തിലുള്ള ഓരോ രംഗം, ഓരോ സംവാദം, ആരാരെന്തെല്ലാം പറയുന്നുണ്ടോ അതിനോട് തൊട്ടടുത്ത് അതിനുള്ള യുക്തിസഹമായ മൂല്യങ്ങളും പദ്ധതികളും സിദ്ധാന്തങ്ങളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്.
ദാ ഞാൻ യുദ്ധം ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അത് വെറും വൈകാരികമാണെന്ന് വിചാരിക്കരുത് കൃഷ്ണ. ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകേ. ഈ ഗുരുനാഥന്മാരെ, ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരെ, ആദരാർഹരായിട്ടുള്ളവരെ എപ്പോ കണ്ടാലും കാക്കൽ വീണ് നമസ്കരിച്ച് ആരാധിച്ച് അനുഗ്രഹം ചോദിക്കണം. അങ്ങനെയുള്ള കൂട്ടരെ കൊല്ലുന്നതിനേക്കാൾ നല്ലത്, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അതിനേക്കാൾ നല്ലത് ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകേ. ഈ യുദ്ധം വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവുക. എനിക്ക് ക്ഷാത്ര തേജസ്സും വേണ്ട, ക്ഷത്രിയന്മാർക്ക് അനുവദിച്ചിട്ടുള്ളതോ അനുശാസിച്ചിട്ടുള്ളതോ ആയ സ്ഥാനവും കർത്തവ്യവും ഒന്നും വേണ്ട, സിംഹാസനത്തിൽ ഇരിക്കണ്ട, രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കണ്ട. ഇതൊക്കെ ക്ഷത്രിയന്റെ സ്ഥാനം അംഗീകരിക്കുമ്പോഴേ വേണ്ടൂ. അതങ്ങോട്ട് വിട്ടിട്ട് ഭിക്ഷ തണ്ടി ഞാൻ കഴിഞ്ഞോളാം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഭിക്ഷാവൃത്തി എന്ന് പറയുന്നത് ക്ഷത്രിയനോ രാജാവിനോ വിധിച്ചിട്ടുള്ളതല്ല. അദ്ദേഹം കരബലം കൊണ്ട്, മെയ്ബലം കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട് വേണ്ടതൊക്കെ നേടിയെടുക്കണം. അതല്ലാതെ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളതാണ് ഭിക്ഷായാചനം, അല്ലെങ്കിൽ ഏഴപ്പെട്ടവർക്ക്. അങ്ങനെ ഒരു സ്ഥിതി ക്ഷത്രിയന് വിധിച്ചിട്ടില്ല. അർജുനൻ പറയാണ്, ഞാൻ ക്ഷത്രിയ സ്ഥാനം ഇതാ പരിത്യജിക്കുന്നു, സിംഹാസനത്തിലുള്ള അഭിലാഷം എനിക്കില്ല, എൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം പൊള്ളയാണ്, ഞാനൊരു യാചകവൃത്തി സ്വീകരിച്ച് ഭൈക്ഷ്യമപീഹ ലോകേ ഭോക്തും, ഭിക്ഷ യാചിക്കാം എൻ്റെ കാലക്ഷേപത്തിന്, ശരീര നിർവഹണത്തിന് വേണ്ടി. എന്താ കാരണം? ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. നിങ്ങൾ മനസ്സിലാക്കണം, മഹാഭാരതം 5ാമത്തെ വേദത്തിന്റെ സ്ഥാനമാണതിന്. അതിൽ വ്യാസദേവൻ എഴുതുന്ന രംഗങ്ങളും വിവരിക്കുന്ന രംഗങ്ങളും എഴുതുന്ന മൂല്യങ്ങളുമെല്ലാം വളരെയധികം വിശകലനത്തിനും പരിശോധനത്തിനും മൂല്യനിർവചനത്തിനും എല്ലാം വിധേയമാണ്. എന്താ പറയണത്? ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. ഇവരെ കൊന്നു എന്നിട്ട് നമുക്ക് രാജ്യം കിട്ടി എന്നുണ്ടെങ്കിൽ ആ രാജ്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ശരീരം വീഴാൻ പോണില്ല. സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കുറെ കാലം നമ്മൾക്ക് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിക്കേണ്ടി വരും. അപ്പൊ നാം കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഭോഗവസ്തുക്കളെല്ലാം എങ്ങനത്തതായിരിക്കും? രുധിരപ്രതിഗ്ധാൻ. ഒന്ന് പറയൂ, രുധിരപ്രതിഗ്ധാൻ. ഇവരെ കൊന്ന് ആ ചോര വീണ് ആ ചോരയുടെ അടയാളവും അതിൻ്റെ ആ ചോരാങ്കിതം രക്താങ്കിതമായിരിക്കുന്ന സുഖഭോഗങ്ങളാണ് നാം അനുഭവിക്കുക. ആ സുഖഭോഗങ്ങൾ ധർമ്മത്തിനോ മോക്ഷത്തിനോ ചേർന്നതല്ല. 4 വിധമാണ് നമ്മുടെ പുരുഷാർത്ഥം. ആദ്യമായി ധർമ്മം ചെയ്യുന്നതൊക്കെ നീതിയുക്തമാവണം, പരോപദ്രവം സ്വല്പമെങ്കിലും ഉണ്ടാവരുത്, ആത്മനിയന്ത്രണത്തിൽ അധിഷ്ഠിതമായിരിക്കണം, സംശാന്തമാകണം, സംശുദ്ധമാകണം, സൗമ്യസമ്പന്നമാകണം. അങ്ങനെയുള്ളതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ. ഒരു ധർമ്മിഷ്ഠന്റെ പെരുമാറ്റത്തിന് ഒരാളും ലോകത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. അത്ര വിശേഷപ്പെട്ട ഒരു ജീവിത ശൈലിയാണ്. അന്യനെ ഉപദ്രവിക്കില്ല, കഴിയുമെങ്കിൽ ഉപകാരമേ ചെയ്യുള്ളൂ. തൻ്റെ ജീവിതത്തിന് വേണ്ടി മറ്റൊരാളുടെ അതില്ല. അങ്ങനെയുള്ളതാണ് ധർമ്മം. ആ ധർമ്മം ഇതിലില്ല, ആദ്യത്തെ പുരുഷാർത്ഥം. പിന്നെ മോക്ഷം എന്ന് പറയുന്നതോ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, നമ്മുടെ ഉള്ളു തന്നെ കടഞ്ഞെടുത്ത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം ആത്മതലത്തിൽ എത്തിച്ചേർന്ന് അവിടുന്ന് കടഞ്ഞെടുത്ത് അനുഭവിക്കേണ്ടതാണ് ആത്മസുഖം, അനശ്വരം, അമരമായിരിക്കുന്ന ഉൾസുഖം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 പുരുഷാർത്ഥമാണ്. ധർമ്മത്തിലൂടെ അർത്ഥം, ആ അർത്ഥത്തിലൂടെ കാമം, ഇതെല്ലാം വിട്ട് അവസാനം മോക്ഷം. ഈ 4 എണ്ണത്തിൽ നാം ഈ യുദ്ധം ചെയ്താൽ അർത്ഥകാമാൻ ഭോഗാൻ, അതിൽ ധർമ്മത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവില്ല. മോക്ഷത്തെ സംബന്ധിച്ച ഒരു സ്പർശവും അതിലില്ല. വെറും അർത്ഥകാമം, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, എന്നിട്ട് ഇഷ്ടം പോലെ സുഖിക്കുക, തിന്നുക എന്ന് പറയുന്ന അർത്ഥകാമ ഭോഗങ്ങൾ മാത്രമാകും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
വല്ല വിധവും പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ പണം കൊണ്ട് ഇഷ്ടം പോലെ തിന്നിട്ടും കാര്യമില്ല. നല്ലോണം പോലെ ഉണ്ടാക്കണം. മിതമായ സുഖമായിരിക്കണം. മനുഷ്യജീവിതത്തോട് പൊരുത്തപ്പെടുന്നതും മനുഷ്യജീവിതത്തെ കൂടുതൽ കൂടുതൽ ശ്ലാഘ്യവും ഉത്തുംഗവുമാക്കുന്നതും നമ്മളെ മേൽക്കുമേൽ ഉള്ളിലേക്ക്, ഉള്ളാഴങ്ങളിലേക്ക്, ആനന്ദത്തിലേക്ക്, മികവിലേക്ക് നയിക്കുന്നതായിരിക്കണം ആ സുഖഭോഗങ്ങൾ. അങ്ങനെയുള്ള ആ ധർമ്മം എന്ന് പറയുന്ന നിയന്ത്രണമോ സംശുദ്ധിയോ മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യമോ രണ്ടുമില്ലാതെ അർത്ഥകാമങ്ങൾ മാത്രം അടങ്ങുന്നതായ സുഖഭോഗങ്ങൾ അനുഭവിക്കും. ആ സുഖഭോഗങ്ങളും ഈ ആരാധിക്കേണ്ടവരെ നാം കൊന്നൊടുക്കിയില്ലയോ എന്ന് പറഞ്ഞ് ആ രക്തത്തിൽ പുരണ്ട ഭോഗങ്ങളായിരിക്കും നാം അനുഭവിക്കുക. ഇതെങ്ങനെ സാധിക്കും? അർജുനന്റെ ചോദ്യത്തിന് വല്ല മറുപടിയും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉപായപ്പെട്ട ചോദ്യമല്ല. നചൈതദ്വിദ്മഃകതരന്നോഗരീയോ യദ്വാജയേമ യദിവാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്ര. അർജുനൻ വില്ലാളി വീരനല്ലേ? അതെ. കയ്യിൽ ഗാണ്ഡീവമില്ലേ? ഉവ്വ്. വേണ്ടത്ര യുദ്ധം ചെയ്തിട്ടില്ലേ? ഉവ്വ്. സാമർഥ്യമുണ്ടല്ലോ? ഉവ്വ്. അതൊക്കെ പ്രയോഗിച്ച് ഇവിടെ യുദ്ധം ചെയ്യൂ. സൈന്യത്തലവന്മാർ അവിടെ നിൽക്കണു. ഈ യുദ്ധത്തിൽ ബാക്കി എല്ലാ സ്ഥലത്തും പോയി യുദ്ധം ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ കൊന്നങ്ങോട്ട് ഒടുക്കൂ. അവസാനം ഭീഷ്മനും ദ്രോണനും മാത്രം ബാക്കി വന്നു എന്നുണ്ടെങ്കിലോ നമസ്കരിച്ച് കുമ്പിട്ട് അനുഗ്രഹം ചോദിച്ച് യുദ്ധം നിർത്തുക. അങ്ങനെ ആയിക്കൂടെ? പറ്റില്ല എന്നാ പറയണേ അർജുനൻ. എനിക്ക് ആലോചിച്ച് നോക്കുമ്പോ നചൈതദ്വിദ്മഃകതരന്നോഗരീയോ യദ്വാജയേമ യദിവാ നോ ജയേയുഃ. രണ്ട് കോഴ്സാണ്, രണ്ട് ഗതിയാണ് ഉള്ളത്. ഇവരോട് സധീരം അവിശ്രമം പടപൊരുതി ശത്രുജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുക, എന്നിട്ട് നമ്മൾ ജയിക്കുക. അതല്ലെങ്കിൽ അവർക്ക് ജയം അനുവദിക്കുക, എന്നിട്ട് നമ്മൾ കീഴടങ്ങുക അല്ലെങ്കിൽ വധിക്കപ്പെടുക. ഈ രണ്ടെണ്ണത്തിൽ ഏതാ നല്ലതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പടപൊരുതാൻ പുറപ്പെട്ടാൽ ഞാൻ കാണുന്നത് ദുർഘടമാണ്. എന്താ കാരണം? യാനേവ ഹത്വാ ന ജിജീവിഷാമഃ. ആരെ കൊന്നതിന് ശേഷമാണോ ഞാൻ അരനിമിഷം പോലും ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തത്? ആരാത്? ഈ ഭീഷ്മരെ വധിച്ചാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ ആരുടെ മടിയിലിരുന്ന് വളർന്നു? ആരാണോ എനിക്ക് അരുമയോടുകൂടി ഉരുളയുരുട്ടി ചോറ് തന്നത് ചെറുപ്പകാലത്ത്? എൻ്റെ പൊടിപരണ്ട ശരീരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിലിരുന്ന് ആ ശുഭ്രവസ്ത്രം മുഴുവനും മലിനമാക്കി ഒരു വാക്ക് പോലും എതിർപ്പ് എന്നോട് പറഞ്ഞില്ല, അരുമയോടുകൂടി സംസാരിച്ചേ ഉള്ളൂ. ആ മുത്തശ്ശനെ കൊന്നതിന് ശേഷം എന്താ ഈ പറയുന്നത്? അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ എന്നാ ഇവരെ രണ്ടുപേരെയും അവോയ്ഡ് ചെയ്ത് അവരെ അങ്ങോട്ട് ഒഴിവാക്കി യുദ്ധം ചെയ്ത് അവസാനം ബാക്കി വരുമ്പോ അങ്ങോട്ട് വിട്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ആരെ കൊന്നതിന് ശേഷം ഞാൻ അരനിമിഷം പോലും ജീവിക്കാൻ ഇഷ്ടപ്പെടില്ലയോ, ആ ഭീഷ്മനും ദ്രോണനും ഇവിടെ വന്ന് നിൽക്കണു. എവിടെയാ? ഒരു മുക്കിലോ ഒരു മൂലയിലോ 4-ാം നിരയിലോ 8-ാം നിരയിലോ ആണെങ്കിൽ തരക്കേടില്ല. ഒരാൾ പറയണു ഞാൻ സർവസൈന്യാധിപനാണ് ഭീഷ്മൻ, തൊട്ടടുത്ത് ഭീഷ്മന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ ആചാര്യൻ. ആ ആചാര്യൻ പഠിപ്പിച്ചു തന്ന വിദ്യയെ എൻ്റെ കയ്യിലുള്ളൂ. ഉപായപ്പെട്ട ആചാര്യനൊന്നുമല്ല, അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ ഭീഷ്മന്റെ പരിരക്ഷണത്തിൽ വളർന്ന ശരീരമാണ്, രക്തമാണ്, എല്ലാം എൻ്റെ ശരീരത്തിൽ. അവർ രണ്ടുപേരും ഇതാ മുമ്പിൽ നിൽക്കണു. അർജുന, നീ ഈ പടപൊരുതാൻ പോകുന്നുണ്ടോ? യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ദാ മുൻനിരയിലാണ് ഞങ്ങള്. ഞങ്ങളുടെ മാറിടം പിളർന്ന് ഞങ്ങളെ നിരായുധരാക്കി തട്ടി താഴത്തിട്ടിട്ടല്ലാതെ ഈ സൈന്യത്തിന്റെ ഉള്ളിൽ നിനക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എതിർ സൈന്യത്തിന്റെ അധിപന്മാരായി നിൽക്കുകയാണ് അവർ. അപ്പൊ എൻ്റെ എത്ര പാഠവും ഉപയോഗിച്ചാലും അവരെ നേരിടാതെയും കൂർത്തുമൂർത്ത ശരങ്ങൾ അവരുടെ ശരീരത്തിൽ തുളച്ചു കയറത്തക്ക വിധത്തിൽ പ്രയോഗിക്കാതെയും ഈ യുദ്ധത്തിൽ മുൻപോട്ട് പോവാൻ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് എന്താ വേണ്ടത്? എന്നാൽ അങ്ങ് പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഹൃദയ ദൗർബല്യമാണ് വന്നു കൂടിയിരിക്കുന്നത്, തുച്ഛമാണ്, ക്ഷുദ്രമാണ്, അത് വിട്ട് എണീക്കണം, യുദ്ധം ചെയ്യണം എന്നങ്ങനെ പറയുന്നുണ്ട്. അങ്ങ് പറയുന്നത് ഞാൻ ബുദ്ധി കൊണ്ട് ഒരളവ് വരെ സമ്മതിച്ചാൽ പോലും
എൻ്റെ മനസ്സ് വൈകാരികമായി ഒരു കടുകട ഇത് അനുവദിക്കുന്നില്ല. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്? ഇതേ പറയാനുള്ളൂ. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇതേവരെ വ്യാസദേവൻ എഴുതി വച്ചിട്ടുള്ള വിവരങ്ങളിൽ ഈ ഒരൊറ്റ ശ്ലോകമാണ് എക്കാലത്തേക്കും മനുഷ്യ മനസ്സിൽ സദാ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ എപ്പോഴും നിൽക്കേണ്ട പ്രകാശിക്കേണ്ട ഒരു ശ്ലോകമാണിത്. അർജുനനെ പോലെ നിസ്തുലനായിരിക്കുന്ന ധീര വീര യോദ്ധാവ്, അജയ്യനായ യോദ്ധാവ്, ഗാണ്ഡീവധാരി, പാശുപതാസ്ത്രം കൊണ്ട് അജയ്യനായി തീർന്നിട്ടുള്ള ആ യോദ്ധാവ് പറയുന്ന വാക്കാണ് എവിടെ? പടക്കളത്തിൽ വെച്ച് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് വന്നിട്ടുള്ള തേർത്തടത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. നിൽക്കല്ല, അപ്പോഴേക്ക് ഇരുന്ന് കഴിഞ്ഞു. കാർപ്പണ്യദോഷോപഹത സ്വഭാവ. കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം പിടിപെട്ടു എന്ന്. ആദ്യം പറഞ്ഞത് എന്താ? കൃപയാ പരയാ വിഷ്ടോ വിഷീദന്നിതമബ്രവീത്. അസാധാരണമായിരിക്കുന്ന കൃപ, ആ ആവേശം കൊണ്ട്, ആ കൃപയുടെ ആധിക്യം കൊണ്ട് അങ്ങോട്ട് സംസാരിച്ചു എന്നാ പറയണത്. ഇപ്പൊ പറയണത് അർജുനൻ തന്നെ പറയണത് എന്താ? മറ്റത് സഞ്ജയന്റെ വിവരണമാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ. എൻ്റെ പ്രകൃതി ഉണ്ടല്ലോ, എൻ്റെ പ്രകൃതം, ആ പ്രകൃതത്തെ കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം ക്രമത്തിലധികം ആക്രമിച്ച് കീഴടക്കിയിരിക്കണമെന്ന്. പ്രേക്ഷകരെ, ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. എവിടെ നമുക്ക് സങ്കടം വരുന്നുവോ, എവിടെ വൈകാരികമായ തകർച്ച വരുന്നുവോ, അപ്പൊ മനസ്സിലാക്കിക്കോളൂ, മനുഷ്യന്റെ ഉള്ളിൽ കാർപ്പണ്യ ദോഷമാണ് അതിന് കാരണം. നാം സന്തോഷമായി സൗഭാഗ്യത്തോടുകൂടി സാഫല്യം പ്രതീക്ഷിച്ചുകൊണ്ട് സധീരം സ്ഥിരതയോടുകൂടി ജീവിക്കേണ്ടവരാണ്. ചെറുപ്പം മുതൽക്ക് നമ്മുടെ ജീവിത രീതി എങ്ങനെയാവണം? മനോവൈഭവം ഊട്ടി വളർത്തി ബുദ്ധിയുടെ ആ മേന്മ കൂടുതൽ നമ്മൾ വളർത്തിയെടുത്ത് വരേണ്ടവരാണ്. നമ്മുടെ വ്യക്തിത്വം ഉൾവ്യക്തിത്വമാണ്. നമുക്ക് ശരീരം ഉപകരണം മാത്രമാണ്, അതിന് സ്വയം പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ ജന്മം മുതൽക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ എന്ത് വേണം? ഉൾഗുണം, ഉൾമൂല്യം, ഉൾസമ്പത്ത്, ഉൾമികവ്, ഉൾസ്ഥൈര്യം, ഉൾശക്തി, ഉജ്ജ്വലത അത് വളർത്താൻ പറ്റിയ തരത്തിൽ വേണം നമ്മളോട് സംസാരിക്കാൻ, നമ്മളുമായി പെരുമാറാൻ. നമുക്ക് കഥകൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ കഥകൾ അങ്ങനത്തതാകണം. അതിനാണ് രാമായണം, അതിനാണ് മഹാഭാരതം, അതിനാണ് ശ്രീമദ് ഭാഗവതം, അതിനാണ് അനവധി മറ്റു പുരാണങ്ങൾ. പുതിയ നോവലൊന്നുമല്ല നമുക്ക് ആവശ്യം. ഈ കാര്യങ്ങൾ സാദൃശ്യത്തോടുകൂടി താദാത്മ്യത്തോടുകൂടി നമുക്ക് വിവരിച്ചു തരണം. ഓരോന്ന് പറയുമ്പോഴും ചോദിക്കണം, നീയാണെങ്കിൽ എന്തു ചെയ്യും? കൈകേയി പറഞ്ഞുടനെ രാമൻ സൂര്യാസ്തമനത്തിന് മുൻപ് അയോധ്യ വിട്ടുകളയും എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞു. നീയാണെങ്കിൽ എന്ത് ചെയ്യും എൻ്റെ മോനെ മോളെ എന്ന് ചോദിക്കണം. അപ്പോഴേ അവർ മറുപടി പറയുള്ളൂ. അല്ലെങ്കിലോ പഴയ കഥ ഒരു പുരാണം കേൾക്കുക, ഉറങ്ങുന്നവരെ എന്തെങ്കിലും കേൾക്കണമല്ലോ, ആയിക്കളയാം. ഉറക്കത്തിന് വേണ്ടിയല്ല ഈ കഥ പറയുന്നത്. ഉറക്കത്തിന് മുമ്പ് ഉണർവിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കയറണം എന്ന് വിചാരിച്ച് പറയുന്നതാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ. കൃപണത്വം എന്താ അതിനർത്ഥം? കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, സ്വത്തുണ്ട്, എന്തെങ്കിലും കൊടുക്കണം, ഭാര്യയ്ക്ക് ഒരു സാരി പോലും മേടിക്കണമെങ്കിൽ അത്ര വിലപിടിച്ചത് വേണോ എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പിന്നെ ചിലരുണ്ട്, ഭാര്യയ്ക്ക് ഒരു സാരി എത്രയും വില പിടിച്ച് മേടിക്കും. ആ ഭാര്യ പറയാ, എൻ്റെ അനിയത്തിക്ക് ഒരു സാരി മേടിച്ചു കൊടുത്താൽ കൊള്ളാമെന്ന്. എത്ര ഉറുപ്പിയുടെ വേണം? ഒരു 2000-ന്റെ വേണം. അത്ര വേണോ? 1000 പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ? ഭാര്യയുടെ സന്തോഷത്തിനാണ് അനുജത്തിക്ക് ഒന്ന് കൊടുക്കണം തോന്നി. കൊടുക്കണത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പൊ അവൾക്ക് തോന്നിയാൽ 2000 അല്ല, വേണ്ടി വന്നാൽ തിരുകൂടി ആയിക്കോട്ടെ എന്നല്ലേ ഒരു നല്ല ഭർത്താവ് പറയേണ്ടത്. അത് പറയില്ല. അതിന് ദോഷം എന്താ? കാർപ്പണ്യ. വെറും പിശുക്ക് തന്നെയാണ്. തൻ്റെ ഭാര്യയ്ക്ക് എത്രയും ആവാം, എനിക്ക് കാണാമല്ലോ. ഭാര്യയുടെ അനിയത്തിക്ക് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വല്ലവരുടെ വീട്ടിലല്ലേ എന്നൊരു തോന്നല്. പക്ഷെ ഭാര്യയ്ക്കല്ലേ ഈ കൊടുക്കുന്നത്, അവരുടെ സന്തോഷത്തിനല്ലേ. അപ്പൊ ഈ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ചിലരുണ്ട്, സ്വന്തം കുട്ടികൾക്ക് പോലും കളിക്കോപ്പ് പോലും മേടിച്ചു കൊടുക്കില്ല. കളിക്കാലത്ത് കളിക്കാനുള്ളതാണ്, ചെറുപ്പകാലത്ത് കളിക്കാനുള്ളതാണ് കളിക്കോപ്പ്.
അതൊക്കെ വിട്ട് നമ്മൾ ഉയരും. ആ സമയത്ത് അത് വേണ്ട. കുട്ടികൾക്ക് അതാണ് വേണ്ടത്. അപ്പൊ മുതിർന്നവർക്ക് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് കുട്ടികൾക്ക് കളി സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാറ്റിലും ഒരു തോത് വേണം. ഒരു തോത്, ഒരു പ്രപ്പോർഷനേറ്റ് ലെവൽ, ലെവൽ ഓഫ് തിങ്കിങ് അതങ്ങനെ വേണം. അപ്പൊ കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം, ഇതിന് ചെറിയ അർത്ഥം മുതൽക്ക് വലിയ അർത്ഥമുണ്ട്. പറയാണ്, യഹ അൽപാം സ്വൽപാമപി സ്വക്ഷതിം ന ക്ഷമതേ സ കൃപണഃ തദ്വിധത്വാത്. ഒരു ചെറിയ മുള്ളുകുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കോറി, എന്തത്, ഇടയ്ക്കൊക്കെ ഒന്ന് വീഴുക, വല്ല മുറിവൊക്കെ ഒന്ന് ഏൽക്കുക, ഇതൊക്കെ സ്വാഭാവികമല്ലേ? ചെറിയ ഒരു ക്ഷതം പോലും ഏൽക്കാൻ പറ്റാത്തതായ ആ കടുക് മനസ്സുണ്ടല്ലോ, നമ്മുടെ മനസ്സ് ദുഃഖിക്കാനും തയ്യാറാവണം, സുഖിക്കാനും തയ്യാറാവണം, ബാക്കിയുള്ളവർക്ക് സുഖം നൽകാനും തയ്യാറാവണം. അങ്ങനെ എല്ലാറ്റിനും തയ്യാറായിട്ടുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പൊ വേദനയാണെങ്കിലും കുറെയൊക്കെ വേദന അനുഭവിക്കണം. ഒരു കുട്ടി എങ്ങാനും വീണ എടുത്തു പോയിട്ട് എന്തൊക്കെയാ ചെയ്യുക? എടുക്കും. ആരാ എവിടെയാ വീണതല്ലേ, ടപ്പ് 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 നിലത്തിനെ അടിച്ചു പഠിപ്പിക്കുക. ഇതാണോ വേണ്ടത്? ഹൈ വീണു, അതിനിപ്പോ എന്താ, സാരല്ല, ഇങ്ങനെ എത്രയോ ഞങ്ങൾ വീണിട്ടുണ്ട്, ഇനിയും വീഴാൻ പോണു, മിണ്ടാണ്ടിരിക്കൂ, ഇത് സാധാരണയാണെന്ന് കുട്ടികളോട് പറഞ്ഞാൽ അതും ആ കുട്ടികൾ മനസ്സിലാക്കും. അതൊന്നും നമുക്ക് പറയാൻ അറിയില്ല. അപ്പൊ ക്ഷതമേൽക്കാൻ അഖിലോ അനാത്മവിത് അപ്രാപ്ത പരമപുരുഷാർത്ഥതയാ കൃപണോ ഭവതി. മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും ഇഴജന്തുക്കളുടെയും പക്ഷികളുടെയും ശരീരം പോലെയുള്ളതല്ല. ഇത് മനുഷ്യ ശരീരമാണ്. മനുഷ്യൻ എങ്ങനത്തതാ മനുഷ്യ ശരീരം? ഉത്തമാംഗം ഒന്നുണ്ട് നമുക്ക്. ഏതാ ഉത്തമാംഗം? നമ്മുടെ തല, പുരികത്തിന് മുകളിലുള്ള ഭാഗം. അവിടെ ഒരവയവവും ഇല്ല. ആ പുരികത്തിന് താഴെയുള്ള അവയവങ്ങളെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു യജമാന ദൗത്യമാണ് നമ്മുടെ മസ്തിഷ്കത്തിന്, തലച്ചോറിനുള്ളത്. ആ തലച്ചോറ് ഉപയോഗിച്ചേ നമ്മുടെ കൈകാലുകൾ അനങ്ങാവൂ, നാവ് സംസാരിക്കാവൂ. എല്ലാം തന്നെ ആലോചിച്ച സുചിന്തിതമായി ആര്യത്വം അതിന് വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇതാണ് നമുക്ക് ആവശ്യം. എന്നിട്ടോ നമ്മൾ എത്ര കാലം ജീവിക്കും? 80, 85, 90, 95 കൊല്ലം കഴിയും. അത് കഴിഞ്ഞാൽ ആ കാലത്തിന്റെ യവനിക അതിൽ പോവായി. നിങ്ങൾക്ക് മുത്തശ്ശന്റെ പേരറിയോ? അറിയില്ല. അദ്ദേഹം ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ അടുത്തുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്തെങ്കിലും ഒന്ന് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളും കുറച്ചു കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരൊറ്റ ആളും അറിയില്ല നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഈ ലോകം മുഴുവനും നശ്വരമാണ്. എന്നാൽ ആ നശ്വരത മാത്രം അനുഭവിച്ചു പോകാനുള്ളതാണോ മനുഷ്യജന്മം എന്ന് ചോദിച്ചാൽ അല്ല. മനുഷ്യനൊരു മനസ്സുണ്ട്. മനസ്സിനെ നയിക്കാൻ, ദിശ നൽകാൻ ഒരു ബുദ്ധിയുണ്ട്. ഈ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ലോകത്തെയും ലോകാനുഭവങ്ങളെയും അസ്സലായി പരിശോധിച്ചു നോക്കുക. അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സാണ് ശരീരം ഉണ്ടെന്ന് പറയുന്നത്. സർവ അനുഭവങ്ങളും മാനസമാണ്, ആന്തരമാണ്. ശരീരമുണ്ടെന്ന് പോലും മനസ്സ് നൽകുന്ന അനുഭവമാണ്. ജീവിതത്തിൽ നിങ്ങൾ ഒരു ആനയെ കണ്ടോളൂ, പന്തല് കണ്ടോളൂ, സൂര്യനെ കണ്ടോളൂ, ചന്ദ്രനെ കണ്ടോളൂ. കാലത്ത് സൂര്യൻ ഉദിക്കണു, എത്രയോ ലക്ഷം കിലോമീറ്റർ ദൂരെയാണ് സൂര്യമണ്ഡലം. അത് എവിടെയോ ആകാശത്തിൽ ഉദിക്കണത് നാം ഇവിടെ ഒരു കോണിൽ, ഭൂമിയുടെ കോണിലിരുന്ന് കാണുന്നു. ഈ കാഴ്ച നടക്കുന്നത് പുറത്തോ അതോ അകത്തോ? നിങ്ങൾ സൂര്യന്റെ അവിടേക്ക് ചെന്നോ? ചെന്നില്ല. സൂര്യൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നോ? വന്നില്ല. പിന്നെ സൂര്യനെ കണ്ടത് എവിടെയാ? സംശയമാണല്ലേ? കണ്ണിന്റെ ഒരു 1/2 മില്ലിമീറ്റർ പുറത്ത് കാണുന്നുണ്ടോ നിങ്ങൾ? അനുഭവം അകത്താണ്. ഇത്രയധികം ദൂരത്തുള്ള കോടാനുകോടി മൈലോ കിലോമീറ്ററോ ദൂരമുള്ള നക്ഷത്രങ്ങളെ കൊച്ചു 2 കണ്ണുകളിലൂടെ നമ്മുടെ മനസ്ഥലത്തിൽ നാം പതിപ്പിച്ചെടുക്കണു. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ വൈഭവം എത്രയുണ്ടെന്ന് പറയൂ. ഈ ലോകത്തിനോ വൈഭവം കൂടുതൽ, അതോ ഈ ലോകത്തിന് ഒരു കണ്ണാടി പോലെ കാണിച്ചു തരുന്ന മനസ്സിനോ വൈഭവം കൂടുതൽ? എത്ര ആളുണ്ട് ഇവിടെ പറയാൻ? മനസ്സ്, മനസ്സ്, മനസ്സ്. ഇതാണ് ഭാരതം. നമ്മുടെ ശരീരം പിറന്നു, വളർന്നു, ക്ഷയിച്ചു, അവസാനം വീഴും. അതിൻ്റെ ഉള്ളിൽ വീഴാതെ, ജനിക്കാതെ, മരിക്കാതെ ഈ ലോകത്തെ മുഴുവൻ പ്രതിബിംബിച്ച് തരുന്ന ഒരു ആന്തര തലമുണ്ട്. അതിനെയാണ് നാം മനസ്സ് എന്ന് പറയണത്.
ശരീരം പരിമിതമാണ്, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് പരിമിതമല്ല, ബുദ്ധി പരിമിതമല്ല, അന്തരാത്മാവ് തീരെയല്ല. ആ ആത്മതലത്തിൻ്റെ വൈഭവം മനസ്സിലാക്കി പുറം ദൃശ്യങ്ങളെക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ്, ശ്രേയസ്കരമാണ്, വില കൂടിയതാണ്, അനശ്വരമാണ് ഉള്ള് എന്ന് മനസ്സിലാക്കി ആ ഉള്ളിലേക്ക് മുങ്ങി അവിടെ ഊളയിട്ട് അതിൽ നിന്നുള്ള മുത്തുകളും രത്നങ്ങളും എല്ലാം കടഞ്ഞെടുത്ത് നമ്മുടെ മനസ്സിൽ കഴുത്തിൽ നെക്ലസ് പോലെ അണിഞ്ഞ് അങ്ങനെ അമരരായി ജീവിക്കേണ്ടവരാണ് നാം. ആ അമരത്വം കൈക്കലാക്കാതെ ആര് പോകുന്നുവോ ഇവിടുന്ന്, അവരാണ് കൃപണന്മാര്, പിശുക്കന്മാര്. മനുഷ്യ ശരീരം കിട്ടി, മനുഷ്യന്റെ ബുദ്ധിയുണ്ട്, മനുഷ്യന്റെ മനസ്സുണ്ട്, എന്നിട്ടും ഈ ലോകത്തിന് നശ്വരമായ ലോകവസ്തുക്കളെ കണ്ട് അതിലങ്ങോട്ട് മകിഴ്ന്ന് പട്ടിയും പൂച്ചയും പോകുന്ന മാതിരി ചെത്ത അങ്ങോട്ട് പോയി. ഇതിനല്ല മനുഷ്യജന്മം. മനുഷ്യജന്മം ഉള്ളഴക് വർദ്ധിപ്പിക്കാനാണ്, ഉണർവ് മനസ്സിലാക്കാനാണ്, അന്തരാത്മാവായി പുണരാനാണ്. യോവാ ഏതദക്ഷരം ഗാർഗി അവിദിത്വ അസ്മാല്ലോകാത് പ്രൈതി സകൃപണഃ. യാജ്ഞവൽക്യൻ തൻ്റെ ഭാര്യ ധർമ്മപത്നി മൈത്രേയിയോട് പറയാണ്, ഈ ലോകത്തിൽ നിന്ന് ആരാണോ ആത്മാവിനെ മനസ്സിലാക്കാതെ ക്ഷരമല്ലാതെ അക്ഷരമായി അനശ്വരമായി നിൽക്കുന്ന തൻ്റെ സ്വത്വം, ഞാൻ എന്ന് പറയുന്ന ആ അസ്മിതയുണ്ടല്ലോ, ഞാൻ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ സൂചിപ്പിക്കുന്നത് ശരീരത്തെയല്ല, മനസ്സിനെയുമല്ല, ബുദ്ധിയുമല്ല, അഹങ്കാരത്തെയുമല്ല, ഇതെല്ലാം വിട്ടുള്ള ഒരു അസ്തിത്വമാണ്. ആ ഞാൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കണു, എല്ലാവരും ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഞാൻ ശരീരമല്ല, പുറത്തുള്ളതുമല്ല, അകത്തുള്ളതാണ്. ഉള്ളത് കൊണ്ടല്ലേ പറയുന്നത്. അപ്പൊ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ അറിവിനെ ഒന്നും കൂടി വിടർത്തി, ഒന്നും കൂടി പരിഷ്കരിച്ച്, ഒന്നും കൂടി ശുദ്ധമാക്കി നല്ല പോലെ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ലോകം ക്ഷരമായിരിക്കെ, നശ്വരമായിരിക്കെ, അനശ്വരത എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് സദാ കുടികൊള്ളുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ പിങ്കളയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഉദ്ധവനെ ഉപദേശിക്കുന്നു. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാ. ഈ വിദേഹ നഗരിയിൽ എന്നെപ്പോലെ തുച്ഛയായി ലോകത്തിൽ ആരുമില്ല. ഞാൻ ഇങ്ങനെ ഒരു അഭിസാരികയായി കഴിഞ്ഞുകൂടിയല്ലോ. ഓരോ ദിവസം ആര് വരും, ഏത് പുരുഷൻ വരും 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 എന്ന് വിചാരിച്ച് പിന്നാലെ നടന്നു, ഇങ്ങനെ നോക്കി നോക്കി നിന്നു. ഇതിലേറെ മോശത്തരമുണ്ടോ, വങ്കത്വമുണ്ടോ? ഞാൻ അറിഞ്ഞില്ല. സന്തം സമീപേ രമണം രതിപ്രദം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? മനസ്സിലാക്കൂ, ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം. മനുഷ്യനെ അവനവന്റെ ഉള്ളിനെ കുറിച്ച് ഉദ്ബുദ്ധമാക്കി തരുന്നതാണ് നമ്മുടെ സംസ്കാരം. പുറം കാണാൻ നമുക്ക് കണ്ണുണ്ട്, ഒരാളും കാണിച്ചു തരണ്ട. കേൾക്കാൻ നമുക്ക് ചെവിയുണ്ട്, ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്, അത് കൂടൂല്ല കുറയൂല്ല. പക്ഷേ ഉള്ളു കാണാനാണ് നമുക്ക് പഠിക്കേണ്ടത്. കണ്ണുള്ളവൻ കാണും, നിറങ്ങൾ മനസ്സിലാക്കും, ആകൃതികൾ ഗ്രഹിക്കും. അതിനവര് സഹായം വേണ്ട, പരസഹായം വേണ്ട. പക്ഷേ കാണിച്ചു തരുന്ന കണ്ണിന്, മനക്കണ്ണിന്, മനസ്സുണ്ടെന്ന് പറഞ്ഞു തരുന്ന ബുദ്ധിക്കണ്ണിന്, ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന അഹങ്കാരത്തിന്, അതിനും കൂടി കണ്ണായിരിക്കുന്ന അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുഴയ്ക്കുമളവാനന്ദമെന്തു. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങള് മറക്കൂ അത്? നിങ്ങളെ വിശ്വസിക്കാമോ? അർജുനന്റെ പൊലമ്പല് നോക്കൂ. കാർപ്പണ്യദോഷമാണ് നമ്മളെ പിടിപെട്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇതന്നെയാണ് നമുക്കുള്ള ദോഷം. എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടെങ്കിൽ ദോഷം കാർപ്പണ്യമാണ്. മനസ്സ് തളരുന്നുണ്ടെങ്കിൽ കാർപ്പണ്യദോഷം കൊണ്ടാണ്. ആ കാർപ്പണ്യദോഷം നീക്കുന്നതിനാണ് കൃഷ്ണൻ ഉപദേശിച്ച മാതിരിയുള്ള അധ്യാത്മശാസ്ത്രം, അധ്യാത്മമായിരിക്കുന്ന വീക്ഷണം നമുക്ക് ആവശ്യം വരുന്നത്. സന്തം സമീപേ രമണം രതിപ്രദം. എൻ്റെ ഉള്ളിൽ സദാ സമീപേ. സമീപേ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അടുത്തെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജീവിതം എന്ന് പറയുന്നത് നമ്മളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കമാണ്.
അതിൽ നമ്മളെന്ന് പറയുന്നത് ശരീരത്തിൽ ഒതുങ്ങി നിന്നു. ബാഹ്യമായി നമ്മുടെ വ്യക്തിത്വം അത് വിട്ട് പുറത്തേക്ക് പോണില്ല. ഒരാൾ കൈ നീട്ടി ഒരു 1/2 മില്ലിമീറ്റർ അകലെ വിരൽ കൊണ്ടുവന്നാൽ എന്നെ തൊട്ടു എന്ന് ഞാൻ പറയില്ല. ത്വക്കിൽ തൊട്ടാലേ തൊട്ടതായിട്ട് കണക്കാക്കുള്ളൂ. അപ്പം നമ്മുടെ വ്യക്തിത്വം പരിമിതമാണ്, ശരീരത്താൽ പരിമിതമാണ്. ആ പരിമിതമായ വ്യക്തിത്വം കൊണ്ട് വിസ്തൃതമായ ലോകവസ്തുക്കളുണ്ട്. ആ വസ്തുക്കളുമായി സമ്പർക്കം നടത്തുന്നതാണ് ജീവിതം. അങ്ങനെ ഈ വസ്തുക്കളെല്ലാം നമ്മൾ തേടി 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 പോകുമ്പോൾ പിങ്ങള പറയണു, സന്തം സമീപേ, എൻ്റെ ഏറ്റവും സമീപത്തിലുണ്ട്. ഏറ്റവും സമീപം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരമാണോ? അല്ല. മനസ്സാണോ കൂടുതൽ സമീപം ശരീരത്തേക്കാൾ? ബുദ്ധി അതിലും സമീപസ്ഥം, അഹങ്കാരം അതിലും സമീപസ്ഥം. എല്ലാറ്റിനേക്കാളും സമീപമായിട്ടുള്ളത് താൻ തന്നെയാണ്. ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മ പ്രഭാവം, അതാണ് ഏറ്റവും സമീപം. അങ്ങനെ സമീപത്തിലിരിക്കുന്ന ആ അന്തരാത്മാവിനെ, ഭഗവാനെ ഞാൻ വിട്ടുകളഞ്ഞുല്ലോ. അദ്ദേഹം എങ്ങനത്തവനാ? സന്തം, എപ്പോഴും അവിടെ കുടികൊള്ളണു. സമീപേ, ഏറ്റവും അടുത്ത്. എൻ്റെ പറച്ചിൽ നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്ത് എന്നുള്ള വാക്കിന് പുറത്തുള്ളതെന്നോ അകത്തുള്ളതെന്നോ? ആ അകത്തും കൂടി മനസ്സല്ല, മനസ്സിനേക്കാൾ അടുപ്പം, ബുദ്ധിയേക്കാൾ അടുപ്പം, അഹങ്കാരത്തേക്കാൾ അടുപ്പം, എല്ലാം വിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്. അവിടെ ഇരിക്കണു എൻ്റെ ഭഗവാൻ. സന്തം സമീപേ, രമണം, രമിപ്പിക്കുന്നവനാണ്. രതിപ്രദം, രതിസുഖം തരുന്നതും ശരീരത്തിന് യുവത്വം നൽകി അതേ പ്രഭാവമാണ്. വിത്തപ്രദം, കൈകാലുകളും ബുദ്ധിയും ഉപയോഗിച്ച് നാം പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണം ഉള്ളിലുള്ള ശക്തിയും ഉള്ളിലുള്ള പ്രഭാവവുമാണ്. അങ്ങനെ രമണനും രതിപ്രദനും വിത്തപ്രദനുമായ എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്ന ഈ ഉള്ളാത്മാവിനെ, ഉൾഭഗവാനെ വിട്ട് സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ, നിരന്തരം അധിവസിക്കുന്ന ആ പ്രഭാവത്തിനെ വിട്ടുകളഞ്ഞ് അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം, ഈ പുരുഷ കോമരങ്ങളുടെ പിന്നാലെ ഞാൻ പോയി, കോലങ്ങളുടെ പിന്നാലെ ഞാൻ പോയി, പുരുഷക്കോലങ്ങളുടെ പിന്നാലെ. അകാമദം, ഒരൊറ്റ ആള് ഞാൻ ആശിച്ചത് എനിക്ക് തന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതൊരാളുടെ പിന്നാലെ പോവോ? ഒരാൾ എനിക്ക് വേണ്ടതൊക്കെ തന്നാൽ പിന്നെ രണ്ടാമത് പോവില്ലല്ലോ. അപ്പൊ വന്നവരൊക്കെ ഞാൻ ആശിച്ചത് തരാതെ പോയവരാ. പിന്നെ തന്നതോ ദുഃഖഭയാധിശോകമോഹപ്രദം. അയ്യോ, ഞാൻ ഈ കുരുത്തം കെട്ടത് ചെയ്തൂലോ. അവനവന്റെ ശരീരത്തിന് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്ന ആ വൃത്തിയുണ്ടല്ലോ, ഒരാളും ഇഷ്ടപ്പെടാത്തതാണ്. ഇത് ചെയ്തൂലോ ചെയ്തൂലോ ചെയ്തൂലോ. കിടന്നാ ഉറക്കം വരില്ല, വേർത്തുകൊണ്ട് തന്നെ ഇരിക്കും. മനസ്സിന് ദുഃഖം, ശരീരത്തിന് വേദന, ആദി വ്യാധി, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ സംസർഗം കൊണ്ടും എനിക്ക് കിട്ടിയത്. അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. ഇങ്ങനെ തുച്ഛന്മാരായിട്ടുള്ളവരെ ഞാൻ ഭജിച്ചു കഴിഞ്ഞുകൂടിയല്ലോ. വിദേഹാനാംപുരേ, ഈ വിദേഹപുരിയിൽ എന്നോളം ഹതഭാഗ്യായി ഒരാളുമില്ല എന്നിങ്ങനെ പറയുക. കാർപ്പണ്യദോഷത്തിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ ഉള്ളിലുള്ള ആ വിശേഷപ്പെട്ട വൈഭവത്തെ മനസ്സിലാക്കാതെ സാധാരണ നാം ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് പുറത്തു നോക്കുന്നുണ്ടല്ലോ, വാസ്തവത്തിൽ അത് ഉള്ളിലുള്ള വൈഭവമാണ്. അതിനെ ഗണിക്കാതെ ആര് പോകുന്നുവോ അവരാണ് ഈ കൃപണന്മാര്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷത്തിന് വിധേയമായി പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. കൃഷ്ണൻ പറഞ്ഞതിൽ നല്ല അന്തസ്സാരമുണ്ടെന്ന് അർജുനന് മനസ്സിലായി. തനിക്ക് പറ്റിയിട്ടുള്ള അമളിയും ഒരളവ് വരെ വ്യക്തമായി. പക്ഷെ അത് വിട്ട് അങ്ങോട്ട് കിടന്ന് ചിന്തിക്കാനോ ഉയരാനോ സാധിക്കുന്നുമില്ല. അപ്പൊ കാർപ്പണ്യദോഷം തന്നെയാണ് എന്നെ പിടിച്ച് അമർത്തി വച്ചിരിക്കണത് എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിക്കുകയാണ്. എന്ത്? പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടു കൂടിയാണ് വന്ന് നിൽക്കുന്നത്. കൃഷ്ണ, അങ്ങയോട് ഞാൻ തേരാളിയായിരിക്കണമെന്നും പറഞ്ഞു, അതും സമ്മതിച്ചു.
എൻ്റെ ആജ്ഞപ്രകാരവും ഇഷ്ടപ്രകാരവുമാണ് അങ്ങ് തേര് തെളിച്ചത്, ഭീഷ്മദ്രോണന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയത്. ഇതൊക്കെ ശരിയാ. അപ്പൊ യുദ്ധം ചെയ്യണം, അങ്ങയും പറയണു ചെയ്യണമെന്ന്. പക്ഷെ എനിക്കാണെങ്കിൽ അത് സാധിക്കണില്ല. തെറ്റെന്നൊരു തോന്നൽ, തടസ്സവാദം ഉള്ളിൽ നിന്നുണ്ടാവണു. അങ്ങ് പറയണു ചെയ്യണമെന്ന്, അത് ഞാൻ സമ്മതിക്കണമുണ്ട്. അപ്പൊ ഞാൻ സമ്മതിച്ചു. ധർമ്മസമ്മൂഢചേതാ, ശരിയായിട്ടുള്ള ധർമ്മം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സമ്മൂഢത്വം എനിക്ക് പിടികൂടിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് കരകയറണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ യത് ശ്രേയഃ സ്യാത്. ഈ പരിസ്ഥിതിയിലും പോലും, ഈ പരിതസ്ഥിതിയിൽ പോലും, ഈ സാഹചര്യത്തിൽ പോലും എനിക്ക് എങ്ങനെ ആയാലാണ് ശ്രേയസ് കൈവരുക? മുത്തശ്ശനെ കൊന്നു, ആചാര്യനെ കൊന്നു, ഇവൻ കൃതഘ്നനാണ്, നിഷ്ഠുരനാണ്, കുടിലനാണ് എന്നുള്ളൊരു വാക്കോ നിലയോ എനിക്ക് വരരുത്. ഈ സന്ദർഭത്തിലും എനിക്ക് ശ്രേയസ് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിശ്ചിതം ബ്രൂഹി തന്മേ. ആ പറയുന്നത് വളരെ കണിശമായിരിക്കണം, അസന്ദിഗ്ധമായി പറയണം. തിരിച്ചും മറിച്ചും ഒന്നും പറയരുത്. ഞാൻ ഓൾറെഡി ഇപ്പൊ തന്നെ ദുർബലനായിരിക്കുക, ചിന്തിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ ചെറിയ കുട്ടികൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നത് പോലെ, ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അങ്ങ് എനിക്ക് വേണ്ടതുപോലെയുള്ള ആ ഉപദേശം തരിക. അതിൻ്റെ ഉദ്ദേശം ശ്രേയസ് ഉറപ്പുവരുത്തുന്നതാണ്. വെറുതെ പടപൊരുതി യുദ്ധത്തിൽ ജയിച്ച് സിംഹാസനത്തിലിരുന്ന് സുഖഭോഗങ്ങൾ അനുഭവിച്ച് അങ്ങനെ ദീർഘകാലം കഴിഞ്ഞുകൂടണം എന്നല്ല എൻ്റെ ഉദ്ദേശം. നേരെ മറിച്ച് മനുഷ്യജന്മത്തിന് വിധിച്ചിട്ടുള്ള ശ്രേയപ്രാപ്തി ഉണ്ടല്ലോ, അതെനിക്ക് കൈക്കലാക്കാൻ സാധിക്കണം, അത് കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശം പറഞ്ഞു തരൂ. എന്നിട്ട് എങ്ങനെയാ അവസാനിപ്പിക്കണത്? ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാൻ പഴയ അർജുനൊന്നും അല്ല കൃഷ്ണ, അങ്ങയുടെ ശ്യാലനുമല്ല. ആ നിലയൊക്കെ പോയി പമ്പ കടന്നു. ഞാനിപ്പോ ഒരു ചെറിയ കുട്ടിയെ പോലെയാ. പടക്കളത്തിൽ വന്ന് അമ്പും വില്ലും ഗാന്ധിയും ഒക്കെ കയ്യിലുണ്ട്, ഇപ്പൊ കയ്യിലൊന്നും ഇല്ലല്ലോ, ഒക്കെ വഴുതി പോയി താഴത്തല്ലേ ഞാൻ ഇരിക്കല്ലേ ചെയ്യണത്. അങ്ങയുടെ ശിഷ്യനാണ്. ശാധിമാം ത്വാം പ്രപന്നം. അങ്ങയെ പൂർണ്ണമായി ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്നെ ഉപദേശിക്കൂ എന്നാ പറയണേ. ജീവിതത്തിൽ എപ്പോൾ നിങ്ങൾക്ക് തളർച്ച അനുഭവപ്പെടുന്നുവോ, എപ്പോൾ മോഹം വരുന്നുവോ, ഭ്രമം വരുന്നുവോ, നിങ്ങളുടെ ബുദ്ധി ഊഞ്ഞാലാടുന്നുവോ, അപ്പോഴൊക്കെ ഓർമ്മ വെച്ചോളൂ, നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് കാർപ്പണ്യദോഷമാണെന്ന്. ആ കാർപ്പണ്യദോഷത്തെ തരണം ചെയ്ത് നമുക്ക് വേണ്ടതുപോലെ ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒറ്റ വഴിയേ ഉള്ളൂ. അർജുനന് കൃഷ്ണൻ ഉപദേശിച്ച ആ ഭഗവത്ഗീത നിങ്ങളുടെ ജീവിതത്തിൽ സന്തത സഹചാരിയായിരിക്കട്ടെ. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതശാസ്ത്രമാണ്, വ്യവഹാരശാസ്ത്രമാണ്, സമ്പർക്കശാസ്ത്രമാണ്. ആ ഭഗവത്ഗീതയ്ക്ക് ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു ഘട്ടവും ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാറ്റിനും ഒരു പ്രതിവിധി, പരിഹാരം ഇതിലുണ്ട്. ഈ ഭീഷ്മരോടും ദ്രോണരോടും കൂടി എങ്ങനെ പൊരുതും എന്ന് ചോദിച്ചുല്ലോ. ഈ ചോദിച്ചത് കാർപ്പണ്യദോഷം കൊണ്ടാണ്. മഹാഭാരതത്തിൽ പല രംഗങ്ങളുമുണ്ടല്ലോ. ആ രംഗങ്ങളിൽ അർജുനെ പറ്റി ഒരു കാര്യം എനിക്ക് ഓർമ്മ വരിക, പറയട്ടെ ഞാൻ നിങ്ങളോട്. മഹാഭാരതം മുഴുവനും ധർമ്മത്തിൻ്റെ ജയമാണ് വിവരിക്കുന്നത്. പക്ഷേ ജയം വളരെയധികം ദുസ്സാധ്യമായിട്ടുള്ള ജയമായിരുന്നു. മുമ്പ് പറഞ്ഞ മാതിരി കൂട്ടിപ്പിടിച്ച് കിടക്കുകയാണ് മനുഷ്യബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് നടന്ന സംഭവങ്ങൾ, ശല്യനെ അടക്കം വരുന്ന വഴിക്ക് റാഞ്ചി പിടിച്ചു ദുര്യോധനൻ. എന്നിട്ട് അങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് ശല്യന് പല ബുദ്ധിമുട്ടായി, വാഗ്ദത്തം കൊടുത്തു, അത് ഇതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുണ്ടായി. ദ്രോണാചാര്യനെ ആദ്യമായി കൂട്ടിക്കൊണ്ടുവന്ന് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഹസ്തിനപുരത്തിലുള്ളവരെയെല്ലാം പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് ഭീഷ്മനാണ്. അങ്ങനെ എല്ലാ കുട്ടികളെയും ഒരുപോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദ്രോണന്റെ മനസ്സിൽ തോന്നി ഈ അർജുനൻ അസാധാരണ പാഠവുമുള്ളവനാണ്. ആ അർജുനെ സംബന്ധിച്ച് വെപ്പുകാരനോടൊരു കാര്യം പറഞ്ഞു. അർജുനന് രാത്രി മാത്രം ചോറ് വിളമ്പി കൊടുക്കരുതെന്ന്. രാത്രി ചോറ് വിളമ്പി കൊടുക്കരുത്. അങ്ങനെ എന്തോ കാരണത്താൽ ഒരു ദിവസം രാത്രി ഊണ് കഴിച്ചു, വിളക്ക് കെട്ടുപോയി. ഇന്നത്തെ കാലത്തുമായിട്ട് സ്വിച്ച് ഇടാനൊന്നും ഇല്ലല്ലോ. അപ്പൊ വിളക്കൊക്കെ തേടി പിടിച്ച് അവിടെ
വെളിച്ചമുണ്ടാക്കുന്നതിന് മുൻപ് അർജുനൻ ചോറ് ഊണ് കഴിക്കുന്നത് നിർത്തിയില്ല. കയ്യിന് വായ്ക്കുള്ള വഴി അറിയാമല്ലോ, ഊണ് കഴിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ആ ഇരുട്ടിലും കയ്യിന് വായ്ക്കുള്ള വഴി അറിയാമല്ലേ, അതുകൊണ്ട് എനിക്ക് ഇനി രാത്രിയും ഞാൻ അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിക്കാനാ പോണത് എന്ന് പറഞ്ഞ് അന്ന് മുതൽക്ക് രാത്രി ശീലിച്ചു തുടങ്ങി. അതുവരെ പകലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണക്കാക്കിയിട്ടാണ് ദ്രോണൻ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം വന്ന് നോക്കിയപ്പോ അർജുനൻ രാത്രി അമ്പെയ്ത് ശീലിക്കുന്നു. അതങ്ങോട്ട് കണ്ടപ്പോ തോന്നി, ഓ ഇവൻ മഹാകേമൻ തന്നെയാ.